ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയ ചാപ്റ്ററായ ലീനിയർ ഇൻഇക്വാളിറ്റി ആണ്. ലീനിയർ ഇൻഇക്വാളിറ്റി. ഓക്കെ, ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയർ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററും നിങ്ങളെ കയ്യിൽ കിട്ടുന്ന പോലെയാണ്. ചെറുതായിട്ട് ഒരു അഡീഷനായിട്ടേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് അവിടെയും പഠിക്കാനുള്ള കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പം LPP എന്ന് പറയും. ചാപ്റ്ററിൻ്റെ പേര് LPP, അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയും. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കാൻ സ്വാഭാവികമായിട്ട് ഒരു കുട്ടിക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രീവിയസ് നോളജ് അല്ലെങ്കിൽ പ്രീ റിക്വസിറ്റ് എന്ന് പറയും. പ്രീ റിക്വസിറ്റ് എന്തൊക്കെയാണ്, അതായത് ബേസിക് ആയ കാര്യമാണ് ഒരു കുട്ടി എന്തൊക്കെ അറിയണം. ഒന്നാമത് ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാം, നാച്ചുറൽ നമ്പർ എന്ന് പറയും. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1, 2, 3 എക്സെട്ര, അങ്ങനെ ഹോൾ നമ്പർ ആയിരിക്കണം. പിന്നെ നമുക്ക് അറിയേണ്ടത് ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ എക്സെട്ര -2, -1, 0, 1, 2 എക്സെട്ര. ഇങ്ങനെ ഇവിടെ 0 നെഗറ്റീവ് കൂടി ഇവിടെ വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം റിയൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കോംപ്ലക്സ് നമ്പർ ഒഴിച്ചുള്ളതെല്ലാം നമുക്ക് റിയൽ നമ്പറായിട്ട് എടുക്കാം. കോംപ്ലക്സ് നമ്പർ ഒഴിച്ചുള്ളതൊക്കെ നമുക്ക് റിയൽ നമ്പറായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് എന്ന കേസാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കോംപ്ലക്സ് നമ്പർ ഒഴിച്ചൊക്കെ നമുക്ക് റിയൽ നമ്പറായിട്ട് എടുക്കാം. അപ്പം റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് സംശയം വരും. 2.1 റിയൽ നമ്പറാണ്. 1.0 റിയൽ നമ്പറാണ്. 1.0001 റിയൽ നമ്പറാണ്. 1.00001 ഇതെല്ലാം റിയൽ നമ്പറാണ്. 1/2 റിയൽ നമ്പർ. അപ്പോൾ അങ്ങനെ അതൊക്കെ നമുക്ക് റിയൽ നമ്പറായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം പിന്നെ അറിയേണ്ടത് നമുക്കൊരു നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ അറിയണം. മലയാളത്തിൽ സംഖ്യാരേഖ എന്ന് പറയും. അത് ഇവിടെ -∞, ഇവിടെ +∞, -∞, +∞, ഇവിടെ 0. ഇപ്പോൾ ഞാനിവിടെ നടുവിൽ 0 എഴുതി മാത്രം, -∞, +∞, ഇവിടെ ഞാൻ 0 എഴുതി മാത്രം, വേറെ ഒന്നും ചെയ്തില്ല. ഇവിടെ 0 എഴുതി വെച്ചു. -∞, +∞. ഇനി എന്ന് പറയുന്നത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഒരു തുല്യമായിട്ട് ഈക്വൽ ഇൻ്റർവെൽ ഇങ്ങനെ മാർക്ക് ചെയ്യും. -1, -2, -3 ഒരു ഈക്വൽ ഇൻ്റർവെൽ ഞാനിവിടെ മാർക്ക് ചെയ്തു. ഈക്വൽ ഇൻ്റർവെൽ ഞാനത് മാർക്ക് ചെയ്യുന്നു മാത്രം. ഓക്കെ, 1, 2, 3 -1, -2, -3 1, 2, 3 -1, -2, -3. അപ്പം ഈ രീതിയിൽ ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് x > 1 എന്ന് പറയുമ്പോൾ x > 1 എന്ന് വരുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ പൊസിഷൻ. ഇതും അതിനങ്ങോട്ടും. ഓക്കെ, x <-1 എന്ന് വരുമ്പോൾ 1 ഇല്ല, 1ന് തൊട്ട് പറയുള്ള നമ്പർ വരാം. 1ന് തൊട്ടിൽ പറയും. അവിടെ നോക്കിയാൽ ഈ ആരോ മാർക്കും ഈ ആരോ മാർക്കാണ് റിലേറ്റ് ആയിട്ട് വരുന്നത്. ഇതുമാണ് ഇവിടെ, ഇതുമാണ് റിലേറ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ആരോ മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതാണ് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതായത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എന്താണ് ലീനിയർ ഇൻഇക്വാളിറ്റി? ലീനിയർ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് two real numbers or two algebraic expression of the form two real numbers or two algebraic
two real numbers or two algebraic expression of the form less than equal to greater than equal to. Two real numbers or two algebraic expression of the form less than equal to greater than equal to. ഇതാണ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സിമ്പിൾ വരെ നമുക്ക് ഇൻഇക്വാളിറ്റി ആണ്. അപ്പോൾ അവിടെ ഒരു ഇതെന്ന് പറയുന്നത് ഇക്വാളിറ്റി എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇക്വാളിറ്റിയാണ് നമ്മളിത്. ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നതാണ് 2x + 5 = 7. ഇതാണ് ഇക്വാളിറ്റി. ഇതാണ് ഇക്വാളിറ്റി. ആ ഇക്വാളിറ്റി എന്തായി മാറും? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇൻഇക്വാളിറ്റി. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും. നമുക്കിനി പ്രോബ്ലത്തിലോട്ട് കടക്കാം. ടൈപ്പ് 1 പ്രോബ്ലമാണ്. എക്സസൈസ് നമ്പർ 6.1. നമ്പർ 6.1. ടൈപ്പ് നമ്പർ 1. ടൈപ്പ് നമ്പർ 1. ഇനി സോൾവ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് 24x less than 100. 24x less than 100 when number 1 x is a natural number. X is a natural number. Number 2, x is an integer. X is an integer. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഓരോ കേസ് വരുമ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പം ഞാൻ ആദ്യം 24x less than 100 എന്ന് എടുത്തു. അടുത്ത് x less than 100/24 ആണ്. x less than 100/24 ആണ്. ഇത് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുന്ന സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ, ലോവർ ക്ലാസ് ചെയ്യുന്ന പോലെ ഡിവൈഡ് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് 10-ൽ പോവില്ല. ഇപ്പോൾ 100-ലാവുമ്പം നമുക്ക് 4 ആയിട്ട് എടുക്കാം. അപ്പം 16 ബാലൻസ് 1 96. സോ ബാലൻസ് 4. 0 ആഡ് ചെയ്തു. സോ ഇവിടെ ഡെസിമൽ വരും. 1 ആകുമ്പം 24. സോ ഇവിടെ ഇങ്ങനെ വരും. പിന്നെ ഒരു 0 അഡീഷണലായിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പം 6 ടൈം ആണ് നോക്കാം. 6 ടൈം വരുമ്പം ബാലൻസ് 2. സോ 4 വരും. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1 മതി. 2 ഡെസിമൽ എടുത്താൽ മതി. നമുക്ക് കിട്ടുന്നത് x less than 4.16 എന്ന് കിട്ടും. x less than 4.16 എന്ന് കിട്ടും. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്തു. സോൾവ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഓരോന്നിനും ആൻസർ എഴുതണം. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആകുമ്പോൾ എക്സ് ലെസ് ആൻ 4.16 ആണ്. എക്സ് ലെസ് ആൻ 4.16. എക്സ് ലെസ് ആൻ 4.16. ഇപ്പോൾ എക്സ് ലെസ് ആൻ 4.16 എന്ന് വരുമ്പോൾ അതിന് താഴെയുള്ള നാച്ചുറൽ നമ്പർ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിൽ ഇത് ഇങ്ങനത്തെ ഒരു നമ്പർ ലൈൻ ഓർത്ത് വെക്കാം. മിഡിൽ 0. ഇപ്പോൾ 1 2 3 4 5 -1 -2 -3 -4 -5. 4.16 എന്ന് വരുമ്പോൾ ഇവിടെ 4ഉം 5ഉം ആണ്. 4ന്റെ തൊട്ടടുത്ത് 4 ഇതെടുക്കാം. ഇതാണ് 4.1 എന്ന് പറയുന്നത്.
ഇതിൻ്റെ അടുത്ത് വിചാരിക്കാം, കറക്റ്റ് അല്ലെങ്കിൽ അടുത്ത്. അപ്പോൾ ഇതിനെക്കാട്ടും ലെസ്സായിട്ടുള്ള എക്സ് ലെസ്സാണ് 4.16 ആണ്. ഇതിനെക്കാട്ടി ലെസ്സായിട്ടുള്ള നാച്ചുറൽ നമ്പറാണ് വേണ്ടത്. ലെസ്സായിട്ട് നാച്ചുറൽ നമ്പർ ഹോൾ നമ്പർ. അപ്പോൾ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണ്. അപ്പോൾ ഇതിനെക്കാട്ടി താഴെയുള്ള 4, 3, 2, 1. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഒന്നാമത്തെ ആൻസർ ഇത്ര എഴുതണ്ടല്ലോ, 1, 2, 3, 4. ഓക്കെ. ഇനി അടുത്തത് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ എക്സ് ഈസ് ആൻ ഇൻറ്റിജർ എന്നും അവിടെ ഇത് തന്നെ എടുക്കാം. 4.16 താഴെയുള്ള ഇൻറ്റിജർ. ഇൻറ്റിജർ എന്ന് വരുമ്പോൾ ഇതെല്ലാം വരും, അങ്ങത്തോളം പോകും. അങ്ങത്തോളം നിൽക്കുന്നില്ല, അവസാനിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? എക്സ് ബിലോങ്സ് ടു 4, 3, 2, 1, 0, -1 ആൻഡ് so on. പിന്നെ അത് അങ്ങോട്ട് പോകുന്നുണ്ട്, പിന്നെ എഴുതണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ചെയ്യുമ്പം ഇത് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റായിട്ട് കിട്ടും. അതാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കും. നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പോൾ ഇതേ മോഡൽ തന്നെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത്. 2. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് -12x > 30 ആണ്. അപ്പോൾ അവിടെയുള്ള കണ്ടീഷൻ ഒന്ന്, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. രണ്ടാമത്തെ കണ്ടീഷൻ, എക്സ് ഈസ് എ ഇൻറ്റിജർ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആൻസറായിട്ട് എന്ത് ചെയ്യണം? -12x > 30. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, അപകടമായ ഒരു മൈനസ് സൈൻ ഇവിടെ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം? സാധാരണയായിട്ട് അധികം കുട്ടികൾ ചെയ്യുന്നത് എക്സ് > 30 / -12 എന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ഇത് തെറ്റാണ്. ഈ മൈനസ് എടുക്കരുത്. ഓക്കെ, അത് തെറ്റാണ്. സോ -x > 30/12 മൈനസ് അവിടെ തന്നെ വെക്കാം. ഇനി ഇത് സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലത്തെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ -x > 2.5 കിട്ടും. സാധാരണ ഡിവൈഡ് ചെയ്താൽ മതി. പിന്നെ അടുത്ത് ചെയ്യേണ്ടത് മൾട്ടിപ്ലൈങ് ഓൺ ബോത്ത് സൈഡ് ബൈ മൾട്ടിപ്ലൈങ് ഓൺ both sides by negative sign. Multiply on both sides by negative sign. അപ്പോൾ -x > -2.5. ഇപ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്തായി മാറും? ഇത് ലെസ് ആയി മാറും. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം, അത്രയ്ക്കും ഡേഞ്ചർ സ്റ്റെപ്പാണ്. സോ എക്സ് <-2.5 കിട്ടും. x <-2.5 x -2.5 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു റഫായിട്ട് ഇങ്ങനെ വരക്കാം. -∞, ∞, 0, 0, 1, 2, 3. ഇത് വെറുതെ എഴുതിയാൽ മതി. -1, -2, -3, -4. x -2.5 ആണ്. അപ്പോൾ -2.5 സ്ഥാനം ഇവിടെയല്ല, ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ആ സാധനം കണ്ടുപിടിച്ചു. ലെസ്സാനാകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് നാച്ചുറൽ നമ്പർ ആകുമ്പം ഇതിന് താഴെ നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പം എംപ്റ്റി ആൻസർ കഴിഞ്ഞു. x is an integer. Integer ആവുമ്പോൾ ഇതിന് താഴെയുള്ള ഇൻറ്റിജർ എന്തായിരിക്കും? x belongs to താഴെയുള്ള ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ -3. ഇതിന് താഴെയുള്ള ഇൻറ്റിജർ -3, -4 ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.
നിങ്ങൾക്ക് എഴുതാനെങ്കിൽ ഈ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതാണ് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്ന കാര്യം നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.